തിരുമാറാടിയിൽ 12 ഏക്കർ വടക്കും പാടശേഖരത്ത് നടന്ന കൊയ്ത്തുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യാമോൾ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. RSGP പദ്ധതിയുടെ ഭാഗമായി കൃഷിയിറക്കിയ ഉമയിനം നെൽവിത്തുകളാണ് കൊയ്തത്. കർഷകരിൽ നിന്ന് കാർഷിക യൂണിവേഴ്സിറ്റി അധിക നിരക്കിൽ നെൽവിത്ത് സംഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന രജിസ്റ്റേർഡ് സീഡ് ഗ്രോവേഴ്സ് പ്രോഗ്രാം അഥവാ RSGPയുടെ ഭാഗമായാണ് തിരുമാറാടിയിൽ 12 ഏക്കർ വരുന്ന പാടശേഖരത്ത് ഉമയിനത്തിൽപ്പെട്ട നെൽവിത്ത് കൃഷിയിറക്കിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MM ജോർജിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യാമോൾ പ്രകാശാണ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ തിരുമാറാടി വടക്കുംപാടത്തെ കൊയ്ത്തുത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. കൊയ്ത്തു ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പ്രത്യേക സ്കീമിൽ RSGP സ്കീമിൽ ഉൾപ്പെടുത്തി സൗജന്യമായി 12.5 ഏക്കറോളം വരുന്ന സ്ഥലത്തെ കർഷകർക്ക് സൗജന്യമായി അതിന് വിത്ത് നൽകുകയും ഇതിൻ്റെ കൊയ്ത്തുത്സവം ഇന്ന് നെല്ല് 10% 10 രൂപ അധികം വിലയിൽ നമ്മുടെ നെല്ല് സീഡ് അതോറിറ്റി സംഭരിക്കുകയും ചെയ്യുന്നതാണ് RSGP പ്രോഗ്രാമിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർഷകർക്ക് തനതായ രീതിയിൽ അതിൻ്റേതായ രീതിയിൽ ആത്മ പദ്ധതി വഴിയെല്ലാം നമ്മൾ വിവിധങ്ങളായ ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RSGP പ്രോഗ്രാം മുഖേന ഇവിടെ കൃഷി ചെയ്തത്. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗജന്യമായി വിത്ത് നൽകുകയും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിത്ത് നെല്ല് 10 രൂപ അധികം നിലവിലെ സപ്ലൈകോ റേറ്റിൽ നിന്ന് 10 രൂപ അധികം ഇവിടെ നിന്ന് സംഭരിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നൊരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് നന്നായി ഈ കൃഷി സംഘടിപ്പിച്ച മേമുട്ടത്ത് MR ശശിക്ക് പ്രത്യേകമായ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. ഈ പാടശേഖരം നമ്മുടെ പുതിയ സംരംഭമായ എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകി കൃഷി വകുപ്പ് ഈ കൃഷിയെ സഹായിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ഹരിത ഗ്രാമമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിജയകരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. സ്ഥിരം സമിതി അധ്യക്ഷരായ അനിത ബേബി, സാജു ജോൺ, രമ മുരളീധര കൈമൾ, പഞ്ചായത്ത് അംഗങ്ങളായ ആതിര സുമേഷ്, CV ജോയ്, ആലീസ് ബിനു, KK രാജകുമാർ, MC അജി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആഭാരാജ്, കൃഷി അസിസ്റ്റന്റ്മാരായ ജോസ് മാത്യു, ബിനോയ് CV, റോബിൻ പൗലോസ്, പാടശേഖര സമിതി ഭാരവാഹികളായ MR ശശി, CB വേങ്ങത്താനത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏറ്റവും ഉൽപാദന ഉപാധികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് വിത്താണ്. അപ്പം നല്ല തനിമയുള്ള വിത്ത് കർഷകർക്ക് കിട്ടുക എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് RSGP പദ്ധതി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം ഇന്ന് ഈ കൃഷി ചെയ്ത് കിട്ടിയ ഈ വിത്താണ് ഇനി കർഷകർ നമ്മുടെ ജില്ലയിൽ കുറേ സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് വളരെ എന്താ പറയുക, ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പദ്ധതിയാണ്. അപ്പോൾ എന്തായാലും നല്ല വിളവ് ഇപ്രാവശ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ADA ഓഫീസിൻ്റെ എല്ലാവിധ ആശംസകളും ഇവരെ അറിയിച്ചുകൊണ്ട് ഈ ഒരു ഇതിന് പുറകിൽ നിന്ന് എല്ലാവർക്കും ഒറ്റ വിധത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തും. എനിക്ക് ഈ കൂട്ടി പറയാനുള്ളത്, ഇതുപോലുള്ള സ്കീമുകൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തും ഒരു കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ്മയില്ലാത്ത ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഈ ഒരു വിത്തും ഒക്കെ ഇറക്കി കൃഷി ചെയ്യുവാണെങ്കിൽ കൃഷിക്കാർക്ക് ഒട്ടനവധി ഈ കൃഷി ചെലവ് കുറഞ്ഞു കിട്ടാനും കൃഷി ലാഭമാക്കാനും നമുക്ക് കഴിയും. സീഡ് അതോറിറ്റി മാർക്കറ്റ് വിലയേക്കാൾ 10 രൂപ അധിക നിരക്കിലാണ് കർഷകരിൽ നിന്ന് RSGP വിത്ത് സംഭരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പിറവം. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.